ഓക്കെ, അപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നിങ്ങൾക്ക് 2024 സ്കീമിൽ വന്ന റെഗുലേഷനിൽ എല്ലാ ബ്രാഞ്ചുകാർക്കും പഠിക്കാനില്ല. ഒരു ബേസിക് എഞ്ചിനീയറിംഗ് സയൻസ് ആണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ ചുറ്റിനുള്ള ബോഡി അവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും, അല്ലെങ്കിൽ ഒരു മൂവ് ചെയ്യുന്ന ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും, അതിൻ്റെ ഇക്വിലിബ്രിയം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ട് എല്ലാവർക്കും എടുത്ത് കളഞ്ഞു എന്ന് അറിയാൻ പറ്റും. കാര്യം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഈ ബേസിക് എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ മനസ്സിലാവണ്ടേ ബാക്കിയുള്ള ബ്രാഞ്ചുകാർക്ക്, അത് അറിയാൻ വയ്യ. എന്തായാലും ഉള്ളവർക്ക് പഠിക്കാന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പഠിക്കുന്നവർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഉള്ള ഒരു സംഭവമാണ്. സാധാരണ പലരും പറയാറുണ്ട് മെക്കാനിക്സ് അയ്യോ പിന്നെ തീർന്നു എന്നൊക്കെ പറയും. ഭയങ്കര എളുപ്പമായി മെക്കാനിക്സ്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയ്ക്കൊന്നും ഇല്ല. നിങ്ങൾ ഈ ഫിസിക്സ് ഒക്കെ പഠിച്ച് ഫിസിക്സും ബേസിക് മാത്സും അറിയാമെങ്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ബേസിക് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് എന്താണെന്നും വെലോസിറ്റി എന്താണെന്നും ആക്സലറേഷൻ എന്താണെന്നൊക്കെ അത് ഓൾറെഡി ഇവിടെ ഒന്നുകൂടെ പഠിക്കും. എങ്കിലും അതൊക്കെ ഒന്ന് കേട്ട് പ്ലസ് 1 പ്ലസ് 2 നിങ്ങൾ ആവശ്യം പോലെ കേട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ മാത്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കൊച്ചു സ്ഥലത്ത് വരും, എന്നാലും കൂട്ടാനും കുറയ്ക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. പ്ലസ് മൈനസ് അറിയുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. അപ്പോൾ ഇത്രയും അറിയാവുന്നവർക്ക് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ മെക്കാനിക്സിൽ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്കറിയാം. 4 മോഡ്യൂൾസ് ഉണ്ടല്ലേ, മോഡ്യൂൾ 1, മോഡ്യൂൾ 2, മോഡ്യൂൾ 3, മോഡ്യൂൾ 4, 4 മോഡ്യൂളേ ഉള്ളൂ. ഈ 4 മോഡ്യൂൾ വരുമ്പോൾ പാർട്ട് എ പാർട്ട് ബി എന്ന് പറയുന്ന 2 പാർട്ടായിരിക്കും നിങ്ങൾക്ക് എൻ്റെ സെമസ്റ്റർ എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ പാർട്ട് എയിൽ പറഞ്ഞിരിക്കുന്നത് വേണ്ട, ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമുക്ക് പെണ്ണൊന്ന് സൂക്ഷിച്ചു ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാരം 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പാർട്ട് എയിൽ. എവിടെ നിന്ന്? ഓരോ മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ. അപ്പോൾ മൊത്തത്തിൽ എത്ര ക്വസ്റ്റ്യൻസ് ആയി? 8 ക്വസ്റ്റ്യൻ. അപ്പോൾ പാർട്ട് എയിൽ നമുക്ക് 1 to 8 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് 1 മുതൽ 8 വരെ പ്രതീക്ഷിക്കാന്നല്ല, 1 മുതൽ ക്വസ്റ്റ്യൻസ് 8 വരെ ഉണ്ട്. അത് കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആണ്. 1 മുതൽ 8 വരെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, എഴുതിയേ പറ്റത്തുള്ളൂ. പിന്നെ ടോട്ടൽ ഓഫ് 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഈച്ച് ക്യാരിയും 3 മാർക്സ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എത്ര മാർക്സ്? 3 മാർക്ക് വെച്ചിട്ടായിരിക്കും. അപ്പോൾ 8 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റൂ. 8 × 3 എന്ന് പറഞ്ഞാൽ 24 മാർക്സ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, എനിക്കറിയാം. പിന്നെ അത് എൻ്റെ പാർട്ട് ബിയിൽ വരുന്നത് ബാക്കി ക്വസ്റ്റ്യൻസാണ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 9 മാർക്സ്. 9 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 2 ക്വസ്റ്റ്യൻസ് വിൽ ബി ഗിവൺ ഫ്രം ഈച്ച് മോഡ്യൂൾ. ഓരോ മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വെച്ച് വരും. അപ്പോൾ 8 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത, അപ്പോൾ ഇവിടെ പാർട്ട് ബിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 8 കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്ത് വരും? 9ാമത്തെ ക്വസ്റ്റ്യൻ വരും, പിന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ വരും. ഇത് ഒരു മോഡ്യൂളിൽ നിന്നായിരിക്കും. അപ്പോൾ ഇത് രണ്ടും വരുന്നതെന്ന് പറയുന്നത് മോഡ്യൂൾ 1 നിന്നായിരിക്കാം ചിലപ്പോൾ എല്ലാം ആണ്. പിന്നെ 11ഉം പിന്നെ എന്തും വരും? 12ഉം വരും. അപ്പോൾ ഇത് രണ്ടും വരുന്നത് എന്താണ്? മോഡ്യൂൾ 2 നിന്നാണ്. അപ്പോൾ ഇനി അടുത്ത് എന്താണ്? 13, 14 ഇത് രണ്ടും വരുന്നത് മോഡ്യൂൾ 3 നിന്ന് വരുമായിരിക്കും. പിന്നെ 15ഉം 16ഉം ഈ 2 ക്വസ്റ്റ്യൻസും മോഡ്യൂൾ 4 എന്നും വരും. അപ്പോൾ ഈ വരുന്ന ക്വസ്റ്റ്യൻസിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 ക്വസ്റ്റ്യൻസ് വിൽ ബി ഗിവൺ ഫ്രം ഈച്ച് മോഡ്യൂൾ. അപ്പോൾ ഓരോ മോഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഔട്ട് ഓഫ് വിച്ച് 1 ക്വസ്റ്റ്യൻ ഷുഡ് ബി ആൻസേർഡ്. അതിൽ ഒരെണ്ണം ആൻസർ ചെയ്താൽ മതി. And each question can have a maximum of 3 subdivisions. അതായത് എത്ര സബ്ഡിവിഷൻസ് പോസിബിൾ ആണ്? 3 സബ്ഡിവിഷൻസ് വരെ പോസിബിൾ ആണ്. ഇപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എ പാർട്ടോ ബിയോ അല്ലെങ്കിൽ സിയോ ഇങ്ങനെ 3 സബ്ഡിവിഷൻസ് പോസിബിൾ ആണ്. ഇതെല്ലാം 3 കൂടെ പൊട്ടുമ്പോഴത്തേക്ക് എത്ര മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും? 9 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാം ഉള്ളത് നമ്മുടെ 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് 4 നമ്മൾ 4 മോഡ്യൂളിൽ നിന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ 36 മാർക്ക് കിട്ടും. 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 60 മാർക്സ് കിട്ടും. അറിയാം നമുക്ക് 60 മാർക്സിന് ഇതായതുകൊണ്ട് അവർ എന്ന് പറയുന്നത് 2.3 മാത്രമേ ഉള്ളൂ. അതായത് 2.5 മണിക്കൂർ മാത്രമേ നമുക്ക് എക്സാം എന്ത് ചെയ്യത്തുള്ളൂ, കാണത്തുള്ളൂ. പണ്ടൊക്കെയാണെങ്കിൽ 3 മണിക്കൂറുള്ള എക്സാം ആയിരുന്നു, ഇപ്പോൾ 2.5 മണിക്കൂറുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സിനാരിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ മോഡ്യൂൾസിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്, എങ്ങനെയൊക്കെ ഉള്ളതെന്നാണ് നമുക്കത് നോക്കണം. ഫസ്റ്റ് സിലബസ് പറയുന്നത് മോഡ്യൂൾ 1. മോഡ്യൂൾ 1ൽ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. വീണ്ടും ഞാൻ പെൻ ചേഞ്ച് ചെയ്യും. ഇത് ആദ്യമായിട്ടാണ് പരിപാടി ഉള്ളതുകൊണ്ട് ഇത് സമയം എടുക്കും നമുക്ക് പഠിച്ചു വരാൻ. അപ്പോൾ മോഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിക്സ്. സ്റ്റാറ്റിക്സ് ആണ് പരിപാടി. അപ്പോൾ സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഇപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു വൻമരം ഇവിടെ ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ അത് വിചാരിക്കാതാണ് കയറിയ സാധനം. ഞാൻ പറഞ്ഞില്ലേ ഇത് പുതുതായിട്ട് ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട്, അതിൻ്റേതായ പ്രശ്നങ്ങൾ വരാം. പോട്ടെ. അപ്പോൾ നമുക്ക് വേണ്ട ഇവിടെ മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ മെക്കാനിക്സിൽ ഫസ്റ്റ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന സംഭവമായിരിക്കും സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കണ്ട ഇവിടെ നമുക്ക് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന സാധനമാണ് പഠിക്കാനുള്ളത്. സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡി സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുമ്പം
അതിൽ ഉള്ള പരിപാടികളൊക്കെയാണ് നമ്മൾ സ്റ്റാറ്റിക്സിൽ നോക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിക്സിൽ ഇൻട്രൊഡക്ഷൻ ടു ബ്രാഞ്ചസ് ഓഫ് മെക്കാനിക്സ് അപ്പോൾ മെക്കാനിക്സിൻ്റെ ബ്രാഞ്ചിനെ കുറിച്ച് നിങ്ങൾ പഠിക്കും സ്റ്റാറ്റിക്സിൽ. അപ്പം ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ അതിൽ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചാണ്. അടുത്ത ബ്രാഞ്ച് നമുക്ക് വഴിയെ കാണാം. പിന്നെ കൺസെപ്റ്റ് ഓഫ് റിജിഡ് ബോഡി. ഈ റിജിഡ് ബോഡി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം നമ്മൾ ഈ മെക്കാനിക്സ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ റിയൽ എഞ്ചിനീയറിംഗ് സിനാരിയോയിൽ നമ്മൾ ബോഡീസിനെ അനാലിസിസ് നടത്തുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സോ അതിൻ്റെ വെലോസിറ്റി, ആക്സിലേഷൻ, അതൊന്നും ഇപ്പോൾ ഇല്ല. ജസ്റ്റ് ബോഡി സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റേഷനറി ആയിരിക്കും. ബോഡി സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഉള്ള അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ കുറിച്ചൊക്കെ ഉള്ള സ്റ്റഡിയൊക്കെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് വഴിയെ കാണാം. അപ്പം ഈ സ്റ്റാറ്റിക്സിനെ കുറിച്ച് ആ ബോഡി റിജിഡ് ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. നമുക്ക് അത്യാവശ്യമുള്ളൊരു റിസൾട്ടും കിട്ടും. നമുക്ക് അനാലിസിസ് റിസൾട്ട് ഒരു നല്ലൊരു നമുക്ക് ഫെയിലിയർ സംഭവിക്കാത്ത അത്യാവശ്യം എന്ത് ചെയ്യുന്ന അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ തരുന്ന ഒരു റിസൾട്ട് കിട്ടുമല്ലോ. ഇപ്പോൾ റിജിഡ് എന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബോഡിക്ക് സിംപ്ലി പറഞ്ഞാൽ ഈ ബോഡി റിജിഡ് എന്ന് പറയണമെങ്കിൽ ആ ബോഡിക്ക് എന്ത് മാറരുത്, ഷേപ്പ് ചേഞ്ച് സംഭവിക്കരുത്. നോ ഷേപ്പ് ചേഞ്ച്. ഇപ്പോൾ ഒരു ഫോഴ്സ് ഒക്കെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡിയുടെ ഷേപ്പ് എന്താവരുത്, ചേഞ്ച് ആവരുത്. അങ്ങനെയുള്ളതിനെ നമ്മൾ റിജിഡ് ബോഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആക്ച്വലി നമ്മളൊരു മൈക്രോസ്കോപ്പിക് പോയിന്റ് ഓഫ് വ്യൂവിൽ, അതായത് മോളിക്കുലാർ ലെവലിലൊക്കെ നോക്കുവാണെങ്കിൽ ഇത് ആ ബോഡിക്കകത്തുള്ള മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫോർമേഷനൊക്കെ സംഭവിക്കാം. ബട്ട് നമ്മൾ ജനറലി ആ ബോഡീസ് എല്ലാം എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, റിജിഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ റിജിഡ് ബോഡീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഒരു കാറ് റോട്ടിൽ കൂടെ പോവുക. ആ റോട്ടിൽ ഇപ്പോൾ സ്റ്റാറ്റിക്സിൽ റോട്ടിൽ കൂടെ പോകുന്നില്ല, നിർത്തിയിട്ടേക്കുന്ന കാറിനെ കുറിച്ചുള്ള സ്റ്റഡി ആയിരിക്കും. അപ്പോൾ ഇൻ കേസ് നമ്മളിപ്പോൾ കാറിനെ കുറിച്ച് പഠിക്കുക, കാറിൻ്റെ അതിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പറഞ്ഞാൽ അതിൻ്റെ ഡിഫോർമേഷൻ സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഷേപ്പ് മാറരുത്. കാറിൻ്റെ വേറൊരു കാർ ഒന്ന് ഇടിച്ചാകുന്ന പ്രശ്നം. ഒരു കല്ലെടുത്ത് നമ്മൾ ഇടിച്ചു കൊടുക്കും, നല്ല രീതിയിൽ ഇടിച്ചു കൊടുത്താൽ എന്ത് സംഭവിക്കും, ചിലപ്പം അതിന് ഡിഫോർമേഷൻ സംഭവിക്കും. ആ ഡിഫോർമേഷൻ സംഭവിക്കാത്ത അവസ്ഥയിൽ ആ ബോഡി നമുക്ക് റിജിഡ് ബോഡി എന്ന് അസ്യൂം ചെയ്ത് പറയാൻ പറ്റും. അപ്പോൾ റിജിഡ് ബോഡി എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ അനാലിസിസ് ഒക്കെ നടക്കുന്നത്. പിന്നെ സ്കാലാർസ്, വെക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അറിയാം എന്താണ് സ്കാലർ എന്താ വെക്ടർ എന്നറിയാം. ഈ വെക്ടർ ഓപ്പറേഷൻസ് നമ്മൾ അറിയണം. അത് നിങ്ങൾ മാക്സിലും നമ്മൾ പഠിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ആ വെക്ടർ ഓപ്പറേഷൻസ് അറിയുന്നതിന് മെയിൻ കാര്യം എന്ന് പറയുന്നത് ഫോഴ്സസ് ഇൻ സ്പേസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ IJK എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടി. ഫോഴ്സസ് ഇൻ സ്പേസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സപ്പോർട്ട് റിയാക്ഷൻസ് ഓഫ് ബീംസിന്റെ സപ്പോർട്ട്, അത് അടുത്തൊരു പോർഷൻ. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്കൊരു സെറ്റപ്പ് ആണെന്ന് പറയാം. ഇവിടെ നിന്ന് ഇതുവരെ അതിന്റെ കുറച്ച് ഏറ്റവും ബേസിക് ആയിട്ടുള്ള എലിമെന്ററി ഐഡിയാസ് ആണ് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് സപ്പോർട്ട് റിയാക്ഷൻസ് ഓഫ് ബീം, അതൊരു എസ്ഐ പോർഷനാണ്. പോയിന്റ് ലോഡ്, UDL അങ്ങനെയൊക്കെയുള്ള സാധനം നമുക്ക് വലിയ പറഞ്ഞു പോകുന്ന അനുസരിച്ച് പറയാം. അപ്പോൾ ഇതിൽ സപ്പോർട്ട് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പം ദാണ്ട് ഇവിടെ റോഡുണ്ട്, ഇവിടെ നദി ഒഴുകാണ് നോക്കുക. ഇവിടെ കൂടി ഇങ്ങനെ നദി ഒഴുകുകയാണ്. ഈ നദി ഒഴുകുകയാണെങ്കിൽ ഇതിന് മുകളിൽ കണ്ട ഇങ്ങനെ ഒരു പാലമുണ്ട് അല്ലേ, എൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു പാലം ഇരിക്കുന്നു. അപ്പോൾ ഈ പാലത്തിൽ കൂടെ കയറിയാണ് നമ്മൾ അപ്പുറത്ത് പോകണം. ഈ പാലത്തിൽ കൂടെ കയറിയാണ് അപ്പുറത്ത് പോകണമെങ്കിൽ ഈ പാലത്തിൽ ഇപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ A എന്ന് പറയുന്ന പോർഷൻ പറഞ്ഞു, അപ്പുറത്തിരിക്കുന്ന പോർഷൻ ഞാൻ B എന്ന് പറയുന്ന പോർഷൻ പറഞ്ഞു. അപ്പോൾ ഈ A എന്ന് പറയുന്ന പോർഷനിൽ ഒരു റിയാക്ഷൻ ആക്ട് ചെയ്യില്ല, ആ ബോഡിയിലേക്ക് ഒരു റിയാക്ഷൻ കിട്ടും, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും, അതായത് RA എന്ന് പറയുന്ന ഫോഴ്സ്. ഈ B എന്ന് പറയുന്ന പോയിന്റിൽ ചിലപ്പോൾ എന്തുണ്ടാവും, ആ ബോഡിയിലേക്ക് ഒരു റിയാക്ഷൻ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയെ കാണാൻ കേട്ടോ. ഞാൻ ചുമ്മാ ഒന്ന് ഇത്രയേ ഉള്ളെന്ന് പറയാൻ വേണ്ടി പറയുന്നുണ്ട്. ഈ ഇങ്ങനെയുള്ള സപ്പോർട്ടുകൾ വരുമ്പോൾ ഇവിടെ ഇപ്പം ഈ റോഡിലല്ലേ സപ്പോർട്ട്, പ്രോപ്പർ സപ്പോർട്ട്, ചിലപ്പം പാലമാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ നടുക്ക് ഞാനൊരു ബീം കൊടുക്കും അല്ലേ, നടുക്ക് ബീം. അപ്പോൾ ഈ ബീമിലൊക്കെ ഈ പാലത്തിന് സപ്പോർട്ട്സ് വരുവാണ്. ഈ സപ്പോർട്ട് റിയാക്ഷൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ എന്താണ് അത് കണ്ടുപിടിക്കാനുള്ള പരിപാടികളാണ് ഈ റിയാക്ഷൻസ് ഓഫ് സപ്പോർട്ട് റിയാക്ഷൻസ് ഓഫ് ബീം എന്ന് പറയുന്നത്. ഒരു എസ്ഐ ക്വസ്റ്റ്യൻ 100% ചോദിക്കുന്ന സാധനം. അപ്പം അവിടെ നിന്ന് ഇത് വേണ്ട ഈ സപ്പോർട്ട് റിയാക്ഷൻസ് ആണ് ഇതുവരെ നമുക്കൊരു പോർഷനായിട്ട് വീണ്ടും കൂട്ടാം. ഒരു എസ്ഐ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഫോഴ്സ് സിസ്റ്റംസിനെ കുറിച്ച് റെക്ടാംഗുലർ കമ്പോണൻസ് ഇൻ 2D ആൻഡ് 3D. 2D ആൻഡ് 3D എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒരു 2 ഡയമെൻഷണൽ സ്പേസ് എടുക്കുമ്പോഴത്തേക്ക് അവിടെ 2 കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണോ ഉള്ളത്. നമ്മൾ എക്സും പിന്നെ എന്തോ പറയുന്ന OYO പറയുന്നത്. അപ്പോൾ ഈ X ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് FX ഡയറക്ഷൻ, Y ഡയറക്ഷനുള്ള ഫോഴ്സ് FY. അപ്പോൾ ഇത് വെച്ച് കൊണ്ടുള്ള ഫോഴ്സിന്റെ അനാലിസിസ്, ഫോഴ്സ് സിസ്റ്റംസ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. എന്തിൽ 2Dയിൽ. 3Dയിൽ വരുമ്പോൾ മൂന്നാമതൊരു സാധനം കൂടെ വരും, XY Z ഡയറക്ഷൻസ് വരും അല്ലേ. ഇപ്പോൾ 3Dയിലാണെങ്കിൽ നമുക്ക് എന്താണ്, ഇപ്പോൾ X ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, Y ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചും പഠിക്കും. അതേപോലെ നമ്മൾ Z ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ കുറിച്ചും നമ്മൾ പഠിക്കും. ഇപ്പോൾ 3 ഡയറക്ഷൻസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചും പറയുന്ന സമയത്താണ് അപ്പോൾ 3D കമ്പോണൻസ് വരുന്നത്. IJK ഒക്കെ അതിൽ വരും, നമുക്ക് വഴിയെ പറയാം. പിന്നെ മൊമെന്റ് എന്താണെന്ന്, ഫോഴ്സ് എങ്ങനെയാണ് മൊമെന്റ് ഉണ്ടാക്കുന്നതെന്ന് പഠിക്കും. അത് കപ്പിളിലേക്ക് വരുന്നത് എങ്ങനെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൊമെന്റ് ആൻഡ് കപ്പിൾ, അത് നമ്മൾ ഇതൊക്കെ +2 നിങ്ങൾ പഠിച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും. പിന്നെ റിസൾട്ട്സ് ആൻഡ് ഇക്വിലിബ്രിയം.
ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇന്ന് ഒരു പടം ഞാൻ കാണിച്ചിടാം. അല്ല കുറെ കല്ലിങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നില്ലേ. ഈ കല്ല് അടുക്കി അടുക്കി വെച്ചിരിക്കുന്നതിന്റെ ഉപയോഗം എന്തിനാണ്? ഉപയോഗമൊന്നുമില്ല, പക്ഷെ എന്താ കാണാൻ രസമുണ്ടല്ലേ. ആ കാണാൻ രസമുണ്ട്. ഈ കാണാൻ രസത്തിൽ ചുമ്മാ എടുക്കുന്നതാണ്. ഏത് കളർ വെച്ചാൽ ഇത് കാണാൻ പറ്റൂലേ. ബ്ലാക്ക് റെഡ് പിടിക്കുക, അന്ന് റെഡ് തന്നെ എന്ത് വന്ന. അപ്പം ഈ ഒരു കല്ലിന് മുകളിൽ വേറെ ഇതിന് മുകളിൽ വേറെ ഇതിന്റെ മുകളിൽ വേറെ കണ്ടാ രസമുള്ള സാധനമാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഈ ഒരു സാധനം എന്തിനാണെന്ന് എനിക്ക് പറയാം. ഇക്വിലിബ്രിയത്തിലിരിക്കുകയാണ്. ഇക്വിലിബ്രിയത്തിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് തന്നെ ഡിഫോർമേഷൻ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള കൺസെപ്റ്റാണ്. നമുക്ക് പല രീതിയിലുള്ള ഇക്വിലിബ്രിയം ഉണ്ട്. ഈ ബോഡി എന്തിലാണെന്നുള്ള ഒരു കാര്യം ആലോചിക്കണം. സ്റ്റേഷനറി ആണ്, അതുകൊണ്ട് ഇത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു ബോഡിയാണ്. അതായത് സ്റ്റേഷനറി ആയിട്ടിരിക്കാൻ ആ ബോഡിക്ക് ഒരു എന്താണ് കുറെ കണ്ടീഷൻസ് ഉണ്ടാവും. ഇത് ഇപ്പം ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ കുറിച്ച് ഇപ്പം ഈ രണ്ട് കല്ല് കൊടുക്കുകയാണെങ്കിൽ ഈ രണ്ടിന്റെ ഈ കല്ലിന്റെ ഈ സ്ഥലത്ത് വെച്ച് ഇങ്ങോട്ട് ചിലപ്പോൾ ഒരു ഫോഴ്സ് ഉണ്ടാവും, ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും. പിന്നെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഈ ഫോഴ്സിനെ കുറിച്ച് ഇപ്പോൾ എക്സ് ഡയറക്ഷനുള്ള ഫോഴ്സ്, വൈ ഡയറക്ഷനുള്ള ഫോഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യും. ഇസഡ് ഡയറക്ഷനുള്ള ഫോഴ്സിലേക്ക് നമ്മൾ പോകില്ല. പ്ലെയിൻ ഫോഴ്സസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. 2D ഫോഴ്സ് അനാലിസിസ് നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബോഡീസിന്റെ ഇക്വിലിബ്രിയത്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അപ്പോൾ നമ്മളിപ്പം ഇതിപ്പോൾ സ്റ്റേഷനറി ആയിരിക്കുന്ന ബോഡി ഇങ്ങനെ തന്നെ ഇരിക്കുന്നു, അതിനെക്കുറിച്ച് അതിന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഫോഴ്സ് അനാലിസിസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ ബ്രിഡ്ജിലാണ്ട് ഇവിടെ ഇപ്പോൾ നേരത്തെ സപ്പോർട്ട് റിയാക്ഷൻ ഞാൻ പറഞ്ഞില്ലേ. സപ്പോർട്ട് റിയാക്ഷൻ നിങ്ങൾക്ക് ബ്രിഡ്ജിന്റെ കേസ് വെച്ച് പറയാം. എന്താണ്ട് ഇവിടെ ഒരു റിയാക്ഷൻ വരും അല്ലേ. ബ്രിഡ്ജിന് ഇവിടെ ഒരു റിയാക്ഷൻ കൊടുക്കും, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, അവിടെ റിയാക്ഷൻ കിട്ടും, ഇവിടെ സപ്പോർട്ട് ഉണ്ട്, റിയാക്ഷൻ. അതൊക്കെ ഉണ്ടാ ഈ ഇങ്ങനെ വളച്ചു വെച്ചിരിക്കുന്ന സാധനം എന്തുകൊണ്ടാണ് വളച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു കാര്യം. പിന്നെ ഈ വളച്ചു വെച്ചിരിക്കുന്നത് ഇത്രയും സപ്പോർട്ട്സുകൾ കൊടുത്താൽ മാത്രമേ ഇത് നിൽക്കുകയുള്ളൂ എന്നുള്ളത് വേറെ. ഇത് ആലോചിക്കട്ടെ, ഇവിടെ കൂടെ നല്ല കാറ്റ് വീശുകയാണെന്ന് വെച്ചാൽ, ഇത് കൂടെ നല്ല കാറ്റ് വീശുമ്പോഴത്തേക്ക് ഈ സപ്പോർട്ട് റിയാക്ഷനൊക്കെ മര്യാദയ്ക്കുള്ളതല്ലെങ്കിൽ ഇത് ഇവിടെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. ഈ ഒരു ബ്രിഡ്ജ് വൈബ്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ഗിത്താറിന്റെ കമ്പി ആടുന്ന പോലെ കിടന്നാടും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സോ പൊളിഞ്ഞു പോയിട്ടുണ്ട് ഇന്നത്തെ കാര്യങ്ങൾ. ബ്രിഡ്ജ് പൊളിയുന്ന നമ്മുടെ നാട്ടിൽ വലിയ അപ്പം ഇതൊക്കെയാണ് സംഭവം. അപ്പം എന്താ നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. അപ്പം സ്റ്റാറ്റിക്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പം ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഈ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം ഐസൊലേറ്റ് ചെയ്ത് ആ ബോഡിയുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഒന്ന് പഠിക്കും. അതാണ് എൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ. പിന്നെടുത്തു ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ക് എടുത്തിട്ട് നമ്മൾ എന്താണെന്നുള്ള ചൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് വേണമെങ്കിൽ 3 പോർഷൻസ് ആണെന്ന് പറയാം. ഒന്ന് നമ്മുടെ ഈ ഫോഴ്സ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും. അപ്പം ഫസ്റ്റ് ഇൻട്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫോഴ്സസ് ഇൻ സ്പേസ്, അതിൽ വെക്റ്റർ ഓപ്പറേഷൻസ് ഒക്കെ വരുന്ന ഒരു സ്പേസിൽ ഫോഴ്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നുള്ളത് വരും. പിന്നെ ഫോഴ്സ് സിസ്റ്റംസിന്റെ 2D and 3D എന്നുള്ള കാൽക്കുലേഷൻസ് അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന മുകളിലത്തെ സാധനമായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് മൊമെന്റും കപ്പിളൊക്കെ നമുക്ക് ഷോർട്ട് ആൻസർ പിടിക്കാവുന്ന സാധനം. ഇതൊക്കെ ഷോർട്ട് ആൻസർ ചോദിക്കാനുണ്ട്. ഭയങ്കര എളുപ്പമാണ്. ഇതൊന്നും വലിയ സപ്പോർട്ടും ഇല്ല കേട്ടോ. പണ്ടത്തെ ഒരു സിലബസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഇക്വിലിബ്രിയമായിട്ട് കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഓഫ് 2D and 3D ഉണ്ട് കേട്ടോ. 3D നമുക്കിപ്പോൾ പഠിക്കാനായിട്ടുണ്ട്. ഇനി അടുത്തത് മൊഡ്യൂൾ 2 വരുമ്പോഴത്തേക്കും നമുക്ക് കിടക്കുന്ന സാധനം ഫ്രിക്ഷനാണ് സാധനം. ഫ്രിക്ഷനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ എന്താണെന്നുള്ളത്. അപ്പോൾ ഫ്രിക്ഷൻ എന്നൊരു എസ്സേ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിക്കും. ഇപ്പോൾ ലോസ് ഓഫ് ഫ്രിക്ഷൻ നിങ്ങൾ കൊച്ചു ക്ലാസ് പഠിച്ചിട്ടുള്ളതാണ്. ബ്ലോക്സിൽ ഫ്രിക്ഷൻ്റെ അനാലിസിസ് നമ്മൾ പറയും. ലാഡർ നമ്മളൊരു ഏണി ഉണ്ടെന്നൊരു സ്ഥലത്ത് ചാരി വെച്ചാൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനെ കുറിച്ചൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യും. അപ്പം ഫ്രിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴും സ്റ്റാറ്റിക്സ് തന്നെയാണ്. ബോഡി മൂവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, സ്റ്റാറ്റിക്സ് കിടക്കുന്നേ ഉള്ളൂ നമ്മൾ. പിന്നെ ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഫ്രിക്ഷൻ, സ്ലൈഡിങ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഫ്രിക്ഷൻ എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഇങ്ങോട്ടാണ് നമ്മൾ പുഷ് ചെയ്യുന്നത്, ഇതിനെ പുള്ളി ചെയ്യാണ് അല്ലേ. ഈ പുള്ളി കിടന്ന് ഇതിനെ പുള്ളി ചെയ്യുക. ഈ പുള്ളി കിടന്ന് ഇതിനെ പുള്ളി ചെയ്യുമ്പോൾ ഈ ഒരു സർഫസ് ഉണ്ടല്ലോ, അത് ഈ മുകളിലിരിക്കുന്ന ആ ചുവന്ന ബോഡിയും താഴത്തെ ആ ഒരു ഫ്ലോറും തമ്മിൽ കോണ്ടാക്ട് വരുന്ന ആ ഒരു സർഫസിൽ ഈ ബോഡിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് അവിടെ എന്ത് ആക്ട് ചെയ്യും, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അതിനാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. സ്ലൈഡിങ് ഫ്രിക്ഷൻ ഉണ്ട്, റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഉള്ള സ്റ്റഡി ആയിരിക്കും. അതൊക്കെ ആയിരിക്കും നമ്മൾ അവിടെ നോക്കുന്നത്. വെഡ്ജ് ഫ്രിക്ഷൻ നമ്മൾ നോക്കേണ്ടി വരും. അനാലിസിസ് ഓഫ് ബ്ലോക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെഡ്ജ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം കൂടി അതിന് വരും. അപ്പം ഫസ്റ്റ് നമുക്ക് ഫ്രിക്ഷന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. എസ് എ ക്വസ്റ്റ്യൻ ഒബ്വിയസ്ലി അവിടെ ഉണ്ടാവും. ഈ ലോസ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ എന്തായാലും ചോദിക്കുകയും ചെയ്യും ഫസ്റ്റ് തന്നെ. ഇതടുത്ത സെൻട്രോയിഡ് ഓഫ് കോമ്പോസിറ്റ് ഏരിയാസ്. ഞാൻ ഇനി അടുത്ത ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ വെച്ചാണ് ഇത് പറഞ്ഞത് കേട്ടോ, ലോസ് ഓഫ് ഫ്രിക്ഷൻ. പിന്നെ സെൻട്രോയിഡ് ഓഫ് കോമ്പോസിറ്റ്, സെൻട്രോയിഡ് എന്താണെന്നുള്ളത്, സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, സെൻട്രോയിഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന്റെ കൂടത്തിൽ കാണുന്ന സാധനമാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനുള്ള സാധനം.
അതായത് മൗണ്ട് ഓഫ് ഇനേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്. മൗണ്ട് ഓഫ് ഇനേഷ്യ ഐ എന്നും പറഞ്ഞ് കേട്ടുള്ള സാധനമായിരിക്കും. നമുക്ക് നോക്കാം, മൊഡ്യൂൾ 2 പഠിക്കാൻ നോക്കാം. പാരലാക്സ് തിയറം, പെർപെൻഡിക്കുലർ തിയറം, ഇതൊക്കെ ഷോർട്ട് ആൻസർ പിടിക്കുന്ന സാധനമാണ്. പോളാർ മൗണ്ട് ഓഫ് ഇനേഷ്യ ഷോർട്ട് ആൻസർ ചോദിക്കും. പിന്നെ റേഡിയസ് ഓഫ് എയറേഷൻ ഷോർട്ട് ആൻസർ ചോദിക്കും. മാസ് മൗണ്ട് ഓഫ് ഇനേഷ്യ, മാസ് മൗണ്ട് ഓഫ് ഇനേഷ്യയും ഷോർട്ട് ആൻസർ. ഇന്ത്യൻ ഡിസ്കിനെ മാസ് മൗണ്ട് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുന്ന പരിപാടി, അത് കിലോഗ്രാം മീറ്റർ സ്ക്വയറിലുള്ള സംഭവം. അപ്പോൾ അതും നമ്മൾ പഠിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യയും സെൻട്രോയിഡും. അപ്പോൾ ഇതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഫ്രിക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ, പിന്നെ അടുത്ത് എന്താണ് സെൻട്രോയിഡ് എന്നൊരു ക്വസ്റ്റ്യൻ, പിന്നെ അടുത്ത് എന്താണ് മൗണ്ട് ഓഫ് ഇനേഷ്യയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ. മാസ് മൗണ്ട് ഓഫ് ഇനേഷ്യ ആവാം, ഏരിയ മൗണ്ട് ഓഫ് ഇനേഷ്യ ആവാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ വരുന്നത്. പിന്നെ മോഡ്യൂൾ 3 വരുമ്പോൾ നമ്മൾ അടുത്ത സാധനത്തിലേക്ക് കടന്നു, ഡൈനാമിക്സ്. ഡൈനാമിക്സ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് കടക്കുമ്പോൾ, ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ബോഡി മൂവ് ചെയ്ത് തുടങ്ങും. എന്ത് തുടങ്ങും? ബോഡി മൂവ് ചെയ്ത് തുടങ്ങും. ബോഡി മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മൂവ് ചെയ്ത് തുടങ്ങും ഡൈനാമിക്സ്. അപ്പോൾ രണ്ടാമത്തെ ഡൈനാമിക്സിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഡൈനാമിക്സിൽ 2 പോർഷൻസ് ഉണ്ട്. 2 രീതിയിൽ ആ മൂവ് ചെയ്യുന്ന ബോഡീനെ നമുക്ക് പഠിക്കാം. ഒന്നെന്ന് പറയുന്നത് കൈനമാറ്റിക്സ് ആയിട്ടും ആ ബോഡിയായിട്ട് റിലേറ്റ് ചെയ്ത കൈനമാറ്റിക്സ് പഠിക്കാം. അടുത്തത് ആ ബോഡിയായിട്ട് റിലേറ്റ് ചെയ്ത കൈനറ്റിക്സ് പഠിക്കാം. എന്നിട്ട് സിലബസ് പറഞ്ഞാലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ എന്തൊക്കെയാണെന്നുള്ളത്. ഈ കൈനമാറ്റിക്സിൽ ഇപ്പം ബോഡിയിൽ വെലോസിറ്റി എത്ര, ആക്സലറേഷൻ എത്ര, ബോഡി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്ര, ഇന്നത്തെ ടൈം എത്ര, ഇക്വേഷൻസ് ഓഫ് മോഷനൊക്കെ ഇല്ലേ, ഇതിനൊക്കെ കുറിച്ചുള്ള സ്റ്റഡിയാണ് കൈനമാറ്റിക്സ്. കൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത, അതിൽ എന്തുകൂടെ വരും? ഫോഴ്സിന്റെ സ്റ്റഡിയും കൂടെ വരും. ഓക്കെ, അപ്പം മെക്കാനിക്സിൽ, ഡൈനാമിക്സിൽ ഈ കൈനറ്റിക്സും കൈനമാറ്റിക്സും എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം ഡൈനാമിക്സ് നമ്മൾ പഠിക്കുമ്പം അതിൽ ഫോഴ്സസിനെ കുറിച്ച്, ഒരു ബോഡി മൂവ് ചെയ്യുന്നു, ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അല്ലെങ്കിൽ ആ ബോഡിക്ക് മൂവ്മെന്റിന് കാരണമായ ഫോഴ്സ്, അതിനെക്കുറിച്ചുള്ള സ്റ്റഡി അതും കൂടെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ കൈനറ്റിക്സ് വരും. കൈനമാറ്റിക്സിലാണെന്നും വേണ്ട, വെലോസിറ്റി, ആക്സലറേഷൻ. ഇത് ഫസ്റ്റ് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്തിലോട്ട് കയറാൻ പറ്റൂ. നമുക്ക് അടുത്ത ഫോഴ്സും കൂടെ ആക്ട് ചെയ്യുമ്പം അതിൻ്റെ ഈ വെലോസിറ്റിക്ക്, ആക്സലറേഷനും, ഡിസ്പ്ലേസ്മെന്റിനും അല്ലെങ്കിൽ ടൈമിനൊക്കെ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നു എന്നുള്ള രീതിയിലേക്ക് പോകാൻ പറ്റും. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഈ ഡൈനാമിക്സിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. അപ്പോൾ ഡൈനാമിക്സിൽ ഫസ്റ്റ് റെക്റ്റിലീനിയർ ട്രാൻസ്ലേറ്റർ മോഷൻ. ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാം. ട്രാൻസ്ലേഷൻ നടക്കുന്നത് ഇത് ട്രാൻസ്ലേഷനാണ്. ഒരു ബോഡി സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്താൽ ലീനിയർ ട്രാൻസ്ലേഷൻ എന്ന് പറയും. ഒരു ലീനിയർ ട്രാൻസ്ലേഷനാണ്. അപ്പം ആ ട്രാൻസ്ലേറ്ററി മോഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഡൈനാമിക്സിൽ ആദ്യം പഠിക്കുന്നത്. ഒരു ബോഡി സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യുമ്പോൾ ഉള്ള സാധനം. ആ ബോഡി സ്ട്രൈറ്റ് ലൈനിൽ എന്ന് പറയുമ്പോഴത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉള്ളതാണ് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പ്ലസ് ടു അല്ല 10ാം ക്ലാസ്സിന് മുമ്പേ നിങ്ങൾ പഠിക്കുന്ന സാധനമാണ്. അത് കൈനമാറ്റിക്സിലും പഠിക്കണം, കൈനറ്റിക്സിലും പഠിക്കണം. അതായത് വെലോസിറ്റി, ആക്സലറേഷൻ മാത്രം റിലേറ്റ് ചെയ്തും പഠിക്കണം. പക്ഷെ അതിൽ ഫോഴ്സും കൂടെ വരുമ്പോൾ ഉള്ള പരിപാടിയും ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിക്കണം. പിന്നെ അതിൽ ഡി-എലംബേഴ്സ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാറ്റിക്സിൽ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ, സാധാരണ നമ്മൾ സ്റ്റാറ്റിക്സ് അനാലിസിസ് നടക്കുമ്പോഴത്തേക്ക് നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു നമ്മൾ എന്തെന്ന് എടുക്കുമെന്ന് അറിയോ? ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കും. നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0 എന്ന് എടുത്തിട്ടാണ് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ്, ആ ഒരു ബോഡിയുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുത്ത് നമ്മൾ പറയുന്നത്. റിസൾട്ടന്റ് ഫോഴ്സ് ഈക്വൽ ടു എന്താണ് 0 എന്നുള്ള കൺസെപ്റ്റ്. അത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് ബോഡിക്ക് ആക്സലറേഷൻ ഉണ്ട്. അപ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ടോട്ടൽ അപ്ലൈഡ് ഫോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ന്യൂട്ടൺ സെക്കൻഡിലാ പറയാനേ പറ്റും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്ത് നമുക്ക് ഈ മാസ് ഇൻറ്റു ആക്സലറേഷൻ റൈറ്റ് സൈഡിൽ കിടന്നുള്ള പ്രശ്നം, ഈ മാസ് കണ്ടുപിടിക്കുന്ന അതിനെ ആക്സലറേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വരും. ഈ ഡി-എലംബേഴ്സ് പ്രിൻസിപ്പിൾ അതിന് ഈ ഒരു മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറയുന്ന സാധനത്തിന് വേറൊരു സംഭവത്തിലോട്ട് മാറ്റി നമുക്ക് അപ്പോൾ പറയാം, ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്നല്ല, നമുക്ക് ഈ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉള്ളൂ. സ്റ്റാറ്റിക്സിൽ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്ത പോലെ നമുക്ക് വളരെ സിംപ്ലിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുന്ന ഒരു കാര്യമാണ് ഡി-എലംബേഴ്സ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഷോർട്ട് ആൻസർ മിക്കപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് കൂടെയാണ് ഡി-എലംബേഴ്സ് പ്രിൻസിപ്പിൾ. ഇപ്പോൾ മോഷൻ ഓൺ ഹോറിസോണ്ടൽ ആൻഡ് ഇൻക്ലൈൻഡ് സർഫസ്, അതായത് ലീനിയർ ട്രാൻസ്ലേഷൻ, റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ ആണ്. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ബോഡി ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ തള്ളിക്കൊണ്ട് ഇങ്ങ് വന്നു കഴിഞ്ഞാൽ അത് ട്രാൻസ്ലേറ്ററി മോഷനാണ്. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചത്ത് ഒരാൾ തള്ളി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്ററി മോഷൻ ആയിരിക്കും. നിങ്ങളെ നെഞ്ചത്തെല്ലാം തോളി തള്ളി കഴിഞ്ഞാൽ അവർക്ക് കർവിലീനിയർ മോഷൻ ആയിരിക്കും, കർവിലീനിയർ ട്രാൻസ്ലേഷൻ ആയിരിക്കും. അപ്പോൾ ലീനിയർ ട്രാൻസ്ലേഷനും ഉണ്ട്, കർവിലീനിയർ ട്രാൻസ്ലേഷനും ഉണ്ട്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഈ ബോഡി സ്ട്രേറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ലീനിയർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ എന്ന് പറയും, ദാറ്റ് ഈസ് ലീനിയർ ട്രാൻസ്ലേഷൻ. സോ ദ ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ അപ്പം അതെന്താവാം? ഹോറിസോണ്ടലി ലീനിയറിയും പോവാം, ഇൻക്ലൈൻഡ് സർഫസിലും പോവാം.
മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ്. ഈ മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ +2 പഠിച്ച ഈ സാധനമാണ്. കണ്ട ഇത് കണ്ട, ഇതാണ് മോഷൻ ഓഫ് എന്ന് പറയുന്നത് കണക്റ്റഡ് ബോഡീസ്. മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോഡിയും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ രണ്ട് ബോഡീസും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോഡിയും കണക്ട് ചെയ്തിരിക്കുന്നു. പുള്ളിയൊക്കെ കാണാം, ഇടയ്ക്ക് പുള്ളിയൊക്കെ കാണാം. ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വരുമായിരിക്കും, ഇതിൽ ഫ്രിക്ഷൻ ഇപ്പോൾ ഇങ്ങോട്ടാണ് പോകുന്ന ഫ്രിക്ഷൻ വരുമായിരിക്കും, ഇതിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ വരുമായിരിക്കും. ഇങ്ങനെയുള്ള ഫോഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ അവിടെ എന്ത് ചെയ്യും, സ്റ്റഡി ചെയ്യും. അത് ഇത്തിരി ട്രിക്കി ആയിട്ടുള്ള സാധനമാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. അത് കൺസെപ്റ്റ് കറക്റ്റ് അറിഞ്ഞില്ലെങ്കിൽ ചുമ്മാ കാണാൻ അടിച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്നുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പം ഇത് ഇത്രയാകുമ്പോഴേ ആ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് തീരുമാനമാകും. അപ്പം നമുക്ക് മൊഡ്യൂൾ 3 ഡൈനാമിക്സിൽ പ്രധാനമായിട്ടും കൈനമാറ്റിക്സും ഉണ്ട് കൈനറ്റിക്സും ഉണ്ടെന്ന് ആലോചിക്കുക, ഇക്വേഷൻസ് ഓഫ് മോഷൻ വെച്ചിട്ട്. പിന്നെ അടുത്ത അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻക്ലൈൻ സർഫസിലെ ലീനിയർ സർഫസിലുള്ള പ്രോബ്ലംസ് വരും, കണക്റ്റഡ് ബോഡീസിൻ്റെ പ്രോബ്ലം. അപ്പോൾ ഈ കണക്റ്റഡ് ബോഡീസിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് സാധനം, മറ്റത് കൈനറ്റിക്സും കൈനമാറ്റിക്സ് ഇക്വേഷൻസ് ഓഫ് മോഷൻ വെച്ചുള്ള ഒരു പ്രോബ്ലം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അടുത്തത് മൊഡ്യൂൾ 4 ലാസ്റ്റ് വൺ, കർവി ലീനിയർ ട്രാൻസ്ലേഷൻ. ഈ കർവി ലീനിയർ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ഇപ്പം കർവിലാണ് മൂവ് ചെയ്യുന്നത്, സ്ട്രൈറ്റ് ലൈനിൽ പകരം കർവിലാണ് മൂവ് ചെയ്യുന്നത്, ഇങ്ങനെ മൂവ് ചെയ്ത് കണ്ടുപിടിക്കും. അപ്പോൾ ഇത് നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ എന്നൊക്കെ പറയും. ഇത് കർവി ലീനിയർ ട്രാൻസ്ലേഷൻ എന്ന് പറയും. ഈ കർവി ലീനിയർ ട്രാൻസ്ലേഷൻ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതായത് കർവി ലീനിയർ ട്രാൻസ്ലേഷൻ, കർവ് എന്ന് പറയുന്നത് ഇപ്പോൾ സർക്കിളാണ്, ഒരു ബോഡി മൂവ് ചെയ്യുന്നത് ഇപ്പോൾ സർക്കിളാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സർക്കിളിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് റൊട്ടേഷനായി മാറി. ഇത് എന്തായി മാറി, റൊട്ടേഷനായി മാറി അല്ലേ, ദിസ് ഈസ് റൊട്ടേഷൻ. അപ്പോൾ മറ്റത് ഇതിപ്പോൾ പ്രൊജക്റ്റൈൽ മോഷൻ എന്നൊക്കെ പറയാം, ഒരു കല്ലെടുത്ത് എറിയുന്ന സാധനം പ്രൊജക്റ്റൈൽ. നിങ്ങൾ കൊച്ചു ക്ലാസ് പഠിച്ചിട്ടുള്ളതാണേ ഇതൊക്കെ, പ്രൊജക്റ്റൈലും റൊട്ടേഷനും. അപ്പം കർവി ലീനിയർ ട്രാൻസ്ലേഷൻ, ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സ്, പ്രൊജക്റ്റൈൽ മോഷൻസ്, അതാണ് സൊല്യൂഷൻ ഫ്രം ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതാണ് നമ്മൾ റൊട്ടേഷൻ്റെ കാര്യം അതാണ്. ഇത് പ്രൊജക്റ്റൈൽ മോഷനും ഉണ്ട് റൊട്ടേഷനും ഉണ്ട്. ഇപ്പോൾ ഈ രണ്ട് സാധനമുണ്ട്, റൊട്ടേഷനും ഉണ്ട്, പിന്നെ ഇവിടെ ഒന്നുണ്ട് പ്രൊജക്റ്റൈൽ മോഷനും ഉണ്ട്. അതിനെക്കുറിച്ച് പഠിക്കും. കൈനമാറ്റിക്സ് ഓഫ് റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട കൈനമാറ്റിക്സ്, അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ ലീനിയർ വെലോസിറ്റി ആയിരിക്കില്ല, ആംഗുലാർ വെലോസിറ്റി അല്ലേ. പിന്നെ ലീനിയർ ആക്സിലേഷൻ ആയിരിക്കത്തില്ല, ആംഗുലാർ ആക്സിലേഷൻ ആൽഫ, ഇങ്ങനെയിലേക്ക് മാറത്തില്ലേ. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇവിടെ പറയുന്നത്. ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ റിജിഡ് ബോഡി, റൊട്ടേറ്റിംഗ് ബോർഡ്, ഫിക്സഡ് ആക്സിൽ. ഒരു ഫിക്സഡ് ആക്സിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിക്കും. പിന്നെ അടുത്ത റൊട്ടേഷൻ അണ്ടർ കോൺസ്റ്റന്റ് മൊമെന്റ്, അതായത് കോൺസ്റ്റന്റ് മൊമെന്റിലുള്ള ഒരു ബോഡി റൊട്ടേഷൻ പഠിക്കും. അപ്പോൾ ഇതിലൊരു 3 പോർഷനായിട്ട് നമുക്ക് പറയാം. കർവി ലീനിയർ പ്രൊജക്റ്റൈൽ മോഷൻ ഒരു ക്വസ്റ്റ്യൻ കാണും, റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ 2-3 പോർഷൻസിലെ ക്വസ്റ്റ്യൻസ് കാണും. 2 പോർഷൻസ്. റൊട്ടേഷനിൽ എന്താണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ റിജിഡ് ബോഡി, റൊട്ടേഷൻ അണ്ടർ കോൺസ്റ്റന്റ് മൊമെന്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പം ബേസിക്കലി പറയുവാണെങ്കിൽ വളരെ ഇപ്പം തന്നെ നമുക്ക് ഏകദേശം വേർതിരിച്ചെടുക്കുക എവിടെ നിന്നൊക്കെയാണ് എസ്ഐ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ പോർഷൻസ് എന്നൊക്കെ ഓരോ എസ്ഐ വെച്ച് ചോദിക്കാം. അപ്പം ആക്ച്വലി നമുക്ക് ഈ മോഡ്യൂൾ 3ഉം 4ഉം എന്ന് പറഞ്ഞാൽ രണ്ട് പോർഷൻസ് തന്നെ ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു പ്രത്യേകത, കണ്ടിന്യൂറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചൊരു ഇത് ചെയ്യാം, പക്ഷേ ഒരു കാരണവശാലും ഫസ്റ്റ് മോഡ്യൂൾ സ്കിപ്പ് ചെയ്ത് സെക്കൻഡിലോട്ട് പോകരുത്. കാര്യം ഫ്രിക്ഷനിൽ ചെയ്യുന്നാലും അവിടുത്തെ അനാലിസിസ് കാര്യങ്ങളെല്ലാം റിലേറ്റ് ചെയ്യുന്നത് ഫോഴ്സിൻ്റെ റെസൊല്യൂഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ ഈ ഫസ്റ്റ് മോഡ്യൂൾ നല്ല വൃത്തിയോളം എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഫോഴ്സ് റെസൊല്യൂഷനൊക്കെ അറിഞ്ഞിരുന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ സെൻട്രോയിഡ് വേണമെങ്കിൽ സെപ്പറേറ്റ് പഠിക്കാം, പിന്നെ മറ്റേ ഡൈനാമിക്സ് വീണ്ടും സെപ്പറേറ്റ് പഠിക്കാം. ബട്ട് നമുക്ക് സ്റ്റാറ്റിക്സ് പഠിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യു വിൽ ഫീൽ എന്താണ് മോർ കംഫർട്ടബിൾ. അപ്പോൾ അത് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നും. സോ ഇത്രയൊക്കെയാണ് മെക്കാനിക്സ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഭയങ്കര സംഭവമൊന്നുമല്ല, പഠിക്കാൻ ഭയങ്കര പാട് ഉള്ള സാധനം ഒന്നുമല്ല. അത് ഇത്രയേ ഉള്ളൂ. മെക്കാനിക്സ്, സ്റ്റാറ്റിക്സ് ഇസ് എ, പിന്നെ അവിടെ എന്തുണ്ട്, ഡൈനാമിക്സ് ഉണ്ട്, കൈനമാറ്റിക്സ്. ഡൈനാമിക്സ് തന്നെ കൈനമാറ്റിക്സും പഠിക്കുന്നുണ്ട്, കൈനറ്റിക്സും പഠിക്കുന്നുണ്ട്. ഈ കൈനമാറ്റിക്സും കൈനറ്റിക്സും തന്നെ നമ്മൾ ഏതൊക്കെ ഈ സാധനത്തിന് പഠിക്കുന്നുണ്ട്, ഒന്ന് നമ്മൾ റൊട്ടേറ്റിംഗ് ബോഡിക്കും പഠിക്കുന്നുണ്ട്, എന്നിട്ട് റൊട്ടേഷനും ഉണ്ട്, പിന്നെ അതേപോലെ ട്രാൻസ്ലേഷനും ഉണ്ട്. ഈ റൊട്ടേഷൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ പ്രൊജക്റ്റൈലും പഠിക്കുന്നത്. പ്രൊജക്റ്റൈലും റൊട്ടേഷനും കൂടെ ചേർത്ത് നമുക്ക് എന്ത് മോഷൻ എന്ന് പറയാം, കർവി ലീനിയർ മോഷൻ എന്ന് പറയാം. അപ്പോൾ ഇത് ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് റെക്റ്റി ലീനിയർ ആണെന്ന് പറയും. അപ്പോൾ ഇതിൽ രണ്ടും കൈനമാറ്റിക്, ഇത് എന്താണ് ഈ കൈനറ്റിക്സ് എന്ന് പറയുന്ന സാധനവും ഇതിൽ രണ്ടിലും ആപ്ലിക്കബിൾ ആണ് അല്ലേ. അതേപോലെ കൈനറ്റിക്സും കൈനമാറ്റിക്സും ഇത് രണ്ടും ആപ്ലിക്കബിൾ ആണ്. ഇതിനെന്ത് വരും, കർവി ലീനിയറിലും നമുക്ക് ഫോഴ്സ് കൺസിഡർ ചെയ്ത് പഠിക്കാം,
റെക്റ്റിലീനിയറിൽ നമുക്ക് ഫോഴ്സ് കൺസിഡർ ചെയ്ത് പഠിക്കും. പക്ഷേ കർവിലീനിയറിൽ ഫോഴ്സ് കൺസിഡർ ചെയ്ത് പഠിക്കുന്നത് എനിക്കില്ല. അത് ഇത്ര വലിയ ക്ലാസ്സുകളിലൊക്കെ ചെല്ലുമ്പം മെക്കാനിക്കലോ സിവിലൊക്കെ പഠിക്കുന്നവർക്ക് പഠിക്കാനുണ്ടാവും, മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലൊക്കെ. അപ്പോൾ ഇത്രയാണ് സംഭവം. മെക്കാനിക്സ് ഈസ് സിമ്പിൾ. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് സിമ്പിളാണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ വളരെ റിജിഡ് ബോഡീസിൻ്റെ മെക്കാനിക്സ് ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ബോഡിക്ക് ഷേപ്പ് ചേഞ്ച് ചെയ്യാത്ത സമയത്ത്, ഷേപ്പ് ചേഞ്ച് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, അഡ്വാൻസ്ഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു സബ്ജക്റ്റിലായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് പഠിക്കുന്നുണ്ടാവും. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ്ലി ഡിഫോം ചെയ്യുന്ന ബോഡിയാണ് അല്ലേ. അല്ലെങ്കിൽ ലിക്വിഡ്, ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് ഗ്യാസ് എന്ന് പറയുന്ന സാധനം കണ്ടിന്യൂസ്ലി ഡിഫോം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വലിയ ക്ലാസ്സിൽ മറ്റ് ഈ മെക്കാനിക്സും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങും സിവിൽ എഞ്ചിനീയറിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ബ്രാഞ്ചസ് പഠിക്കുന്നുണ്ടാവും. അപ്പം ഒരു ബേസിക് നോളേജ് നമ്മുടെ റിയൽ ലൈഫിൽ തൊട്ടോ അപ്പുറം ഒക്കെ ഇരിക്കുന്ന സാധനങ്ങളുടെ എഞ്ചിനീയറിംഗ് നോളേജ് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. പക്ഷേ സിലബസ് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ 2-3 ഫിഗറും കൂടെ ഞാൻ കാണിച്ചു തന്നതിന് കാര്യം അതാണ്. കാര്യം നമ്മൾ എന്ത് പഠിച്ചാലും അത് നമുക്ക് എന്താണ് നമ്മൾ വെറുതെ എക്സാം ഇപ്പോൾ ഇതിൽ കിടക്കുന്ന ലെക്ചേഴ്സ് മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ്. എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വന്നാൽ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഒരു കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, അതിനെ കട്ടി വലിയ സംഭവമാണ്. വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവുക, ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ എന്താണെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവുക. സെക്കൻഡ് വൺ, ഒബ്വിയസ്ലി നമുക്ക് ആ ഒരു സാധനം എവിടെ അപ്ലൈ ചെയ്യപ്പെടുന്നു എന്ന് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ വെറുതെ ഇപ്പം ഞാനിപ്പോൾ ഇടുന്ന ലെക്ചേഴ്സിനൊന്നും അത് എല്ലാത്തിനും ഒന്നും പറയണമെന്നില്ല. ജസ്റ്റ് പ്രോബ്ലം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് സമയമൊക്കെ കൊണ്ടാണ്. ഇതുപോലെ PPT എടുത്ത് നമ്മൾ ആ സാധനങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് എടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് സമയം പോകും. അപ്പം മറ്റേതാണെങ്കിൽ പേപ്പർ എടുത്ത് വെച്ചാൽ എഴുതി അങ്ങ് പോയാൽ മതി, ഷൂട്ട് ചെയ്യുക, എടുത്തിടുക. ഇതിന് ഞാൻ ഈ സാധനം എഡിറ്റ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട്